നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ മാലിന്യം തള്ളിയ മാള സർക്കാർ ആശുപത്രിക്ക് പൊയ്യ പഞ്ചായത്ത് പിഴ ചുമത്തി. 10,000 രൂപ പിഴ അടയ്ക്കാനാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഭണ്ഡാര മോഷ്ടാവിനെ കൊടകര പോലീസ് പിടികൂടി. ആളൂർ ഉറുമ്പൻകുന്ന് വെള്ളച്ചാൽ ബിബിനെയാണ് പിടികൂടിയത്. ഫയർഫോഴ്സുകാരോട് ആരാധന. 10 വയസ്സുകാരൻ പിറന്നാൾ ആഘോഷം ഫയർ സ്റ്റേഷനിലാക്കി. കറുകുറ്റി എളവൂർ കവല കണ്ണമ്പുഴ വീട്ടിൽ സജി തോമസിന്റെയും ഹെൻസി സജിയുടെയും മകനായ ഏബൽ സജിയുടെ ജന്മദിനമാണ് ഫയർ സ്റ്റേഷനിൽ കേക്ക് മുറിച്ച് ആഘോഷിച്ചത്. വാർത്തകൾ വിശദമായി. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ പ്ലാസ്റ്റിക് മാലിന്യം തള്ളിയ ആശുപത്രിക്ക് പൊയ്യ പഞ്ചായത്ത് പിഴ ചുമത്തി. 10,000 രൂപ പിഴ അടയ്ക്കാനാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് പൊയ്യ പഞ്ചായത്ത് 2-ാം വാർഡിലെ മാള ഇന്ദിരാഭവന് സമീപമുള്ള സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ മാള സർക്കാർ ആശുപത്രിയിലെ മാലിന്യം തള്ളിയത് കണ്ടെത്തിയത്. തുടർന്ന് വാർഡ് മെമ്പർ അറിയിച്ചതിനെ തുടർന്ന് ജനപ്രതിനിധികളും ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരും സംയുക്തമായി പരിശോധന നടത്തുകയും സിറിഞ്ച് കവറുകൾ, ലാബ് റെസീറ്റുകൾ, മരുന്ന് കവറുകൾ ഉൾപ്പെടെയുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. തുടർന്നാണ് മാള സർക്കാർ ആശുപത്രി സൂപ്രണ്ടിന് പിഴ അടയ്ക്കാൻ പൊയ്യ പഞ്ചായത്ത് സെക്രട്ടറി നോട്ടീസ് നൽകിയത്. ഭണ്ഡാര മോഷ്ടാവിനെ കൊടകര പോലീസ് പിടികൂടി. ആളൂർ ഉറുമ്പൻകുന്ന് സ്വദേശി വെള്ളച്ചാൽ വീട്ടിൽ 20 വയസ്സുള്ള ബിബിനെയാണ് കൊടകര SHO PK ദാസിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത്. കഴിഞ്ഞ 27-ാം തീയതി ചെറുകുന്ന സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ 5 ഭണ്ഡാരങ്ങൾ തകർത്ത് 35,000-ഓളം രൂപ കവർന്ന കേസിലാണ് ഇയാളെ പിടികൂടിയത്. ഇയാൾക്ക് ചാലക്കുടി, ആളൂർ, കൊടകര തുടങ്ങിയ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി സമാന രീതിയിലുള്ള 12ഓളം കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു. SI ES സുരേഷ്, ASI ആഷ്ലി, CPO കിരൺ എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഫയർഫോഴ്സുകാരോട് കടുത്ത ആരാധന. പിറന്നാളാഘോഷം ഫയർ സ്റ്റേഷനിലാക്കി 10 വയസ്സുകാരൻ ഏബൽ സജി. കറുകുറ്റി എളവൂർ കവല സ്വദേശി കണ്ണമ്പുഴ വീട്ടിൽ സജി തോമസിന്റെയും ഹെൻസി സജിയുടെയും മകനായ ഏബൽ സജിയുടെ 10ാം ജന്മദിനമാണ് ചാലക്കുടി ഫയർ സ്റ്റേഷനിൽ കേക്ക് മുറിച്ച് ആഘോഷിച്ചത്. പീച്ചാനിക്കാട് സെന്റ് സേവിയേഴ്സ് പബ്ലിക് സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഏബൽ ചെറുപ്പം മുതലേ ഫയർഫോഴ്സുകാരോട് കടുത്ത ആരാധന വച്ചു പുലർത്തിയിരുന്നു. തന്റെ 9ാം വയസ്സിലെ പിറന്നാളിന് ഫയർ സ്റ്റേഷനിൽ കേക്ക് മുറിച്ച് ആഘോഷിക്കുന്നതിനെക്കുറിച്ച് മാതാപിതാക്കളോട് ആഗ്രഹം പറഞ്ഞിരുന്നു. എന്നാൽ അത് ഏബലിന് സാധിച്ചിരുന്നില്ല. ഇത്തവണ ഏബലിന്റെ മാതാപിതാക്കൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരോട് മകന്റെ ആഗ്രഹം അറിയിച്ചതിനെ തുടർന്ന് ഏബലിന് ഒരു സർപ്രൈസ് പിറന്നാൾ ആഘോഷം സംഘടിപ്പിക്കുകയായിരുന്നു. ചാലക്കുടി ഫയർഫോഴ്സ് അധികൃതർ കുട്ടിക്ക് പിറന്നാൾ സമ്മാനമായി ഫയർ എഞ്ചിന്റെ കളിപ്പാട്ടം സമ്മാനിക്കുകയും ചെയ്തു. സീനിയർ ഫയർ ആൻഡ് ഓഫീസർ PO വർഗീസ്, സനൽ ജ്യോതി, സേനാംഗങ്ങളായ രജു AV, സന്തോഷ് കുമാർ PS, അനിൽ മോഹൻ, സന്ദീപ്, നിഖിൽ കൃഷ്ണൻ, വിഷ്ണു KR, അരുൺ VN, മോഹനൻ, ബാലകൃഷ്ണൻ, ബാബു ജോൺ എന്നിവർ സന്നിഹിതരായിരുന്നു. കർമ്മനിരതരായി ജോലി ചെയ്യുന്നതിനിടയിൽ ജോലിയെ ബാധിക്കാത്ത രീതിയിൽ ഒരു കുഞ്ഞിന്റെ ആഗ്രഹം നടത്തിക്കൊടുത്തതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഫയർഫോഴ്സ് സേനാംഗങ്ങൾ. മീഡിയ ടൈം, ചാലക്കുടി. ജില്ലാ ബഡ്സ് സ്കൂൾ ജില്ലാ കലോത്സവം തൃശൂർ ടൗൺ ഹാളിൽ നടന്നു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ എല്ലാ പൊതു ഇടങ്ങളും ഭിന്നശേഷി സൗഹാർദ്ദപരമാക്കി മാറ്റിയെടുക്കേണ്ടതുണ്ട്. എല്ലാ പൊതു ഓഫീസുകൾ, വിദ്യാലയങ്ങൾ, കലാലയങ്ങൾ, പൊതുഗതാഗത സംവിധാനങ്ങൾ, സിനിമാ തിയേറ്ററുകൾ, ലൈബ്രറികൾ, പാർക്കുകൾ എല്ലാം ഭിന്നശേഷി സൗഹാർദ്ദപരമാകണം. മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ കർമ്മ മേഖലകളിലേക്കും ആത്മവിശ്വാസത്തോടെ കടന്നു കയറാൻ നമ്മുടെ ഭിന്നശേഷി കുട്ടികൾക്കാകണം. അതിനാണ് ബാരിയർ ഫ്രീ കേരള എന്ന പദ്ധതി നാം നടപ്പാക്കുന്നത്. 20 ബഡ് സ്ഥാപനങ്ങളിലായി 1000-ലധികം കുഞ്ഞുങ്ങളുണ്ട്. അതിൽ 151 കുട്ടികളാണ് കലോത്സവത്തിൽ പങ്കെടുത്തത്. P. ബാലചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. മേയർ MK വർഗീസ് മുഖ്യാതിഥിയായി. ഡെപ്യൂട്ടി മേയർ ML റോസി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്യാമള മുരളീധരൻ, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, ജനപ്രതിനിധികൾ, കുടുംബശ്രീ പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന്റെ ഭാഗമായി ഫുട്ബോൾ മത്സരം നടന്നു. കോട്ടക്കൽ സെന്റ് തെരേസാസ് ഗ്രൗണ്ടിൽ
ISV ചാലക്കുടിയും FC മലപ്പുറവും തമ്മിലുള്ള വനിതകളുടെ പ്രദർശന മത്സരത്തിൽ ISV ചാലക്കുടി വിജയികളായി. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു മത്സരാർത്ഥികൾക്ക് ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നബീസത്ത് ജലീൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിനി ബെന്നി, വാർഡ് മെമ്പർമാരായ KV രഘു, ജിയോ ജോർജ് കൊടിയൻ, ലിസി സേവ്യർ, യദു കൃഷ്ണ, പ്രീജ സലീം എന്നിവരുടെ സാന്നിധ്യത്തിൽ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ നടന്നു. ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ, ഫുട്ബോൾ കമ്മിറ്റി അംഗങ്ങൾ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ, പഞ്ചായത്ത് നിവാസികൾ എന്നിവർ സന്നിഹിതരായിരുന്നു. മൂഴിക്കുളം സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെ ദർശന തിരുനാൾ ആഘോഷിച്ചു. വെസ്പര ദിനത്തിൽ കുർബാന, നൊവേന, പ്രദക്ഷിണം എന്നിവ നടന്നു. ഫാദർ എബിൻ ചിറക്കൽ, ഡോക്ടർ വിൻസെന്റ് കുണ്ടുകുളം എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ മാലിന്യം തള്ളിയ മാള സർക്കാർ ആശുപത്രിക്ക് പൊയ്യ പഞ്ചായത്ത് പിഴ ചുമത്തി. 10,000 രൂപ പിഴ അടയ്ക്കാനാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഭണ്ഡാര മോഷ്ടാവിനെ കൊടകര പോലീസ് പിടികൂടി. ആളൂർ ഉറുമ്പൻകുന്ന് വെള്ളച്ചാൽ ബിബിനെയാണ് പിടികൂടിയത്. ഫയർഫോഴ്സുകാരോട് ആരാധന. 10 വയസ്സുകാരൻ പിറന്നാൾ ആഘോഷം ഫയർ സ്റ്റേഷനിലാക്കി. കറുകുറ്റി എളവൂർ കവല കണ്ണമ്പുഴ വീട്ടിൽ സജി തോമസിന്റെയും ഹെൻസി സജിയുടെയും മകനായ ഏബൽ സജിയുടെ ജന്മദിനമാണ് ഫയർ സ്റ്റേഷനിൽ കേക്ക് മുറിച്ച് ആഘോഷിച്ചത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.